ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഔട്ടിങ് വീഡിയോ ആട്ടോ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻഡിലാണ് പോയത്, സൺഡേ ആണ് പോകുന്നത്. നമ്മളൊരു ബീച്ചിലേക്കാട്ടോ പോകുന്നത്. ഇതിന് മുന്നേ ഈ ബീച്ചിൽ നമ്മൾ ഒരു തവണ പോയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ വെതർ ഭയങ്കര ബാഡായിരുന്നു, നമുക്കൊന്നും ഇറങ്ങാനോ ഒന്നും പറ്റില്ല. ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. അപ്പം ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പം നമ്മൾ പോവാണ്. എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഓക്കെ, നമ്മൾ പോകാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ മണി 10 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് 3 മണിക്കൂറും 13 മിനിറ്റും ഉണ്ട് ഡഡിൽ ഡോറിലേക്ക്. നമ്മൾ എത്തുമ്പോൾ ഇത് നോക്ക്, 1:13 നമ്മൾ എത്തുള്ളൂ. 3 മണിക്കൂറുണ്ട്. ഓ മൈ ഗോഡ്, എപ്പം നമ്മൾ എത്തുമോ? ബൈ. അപ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞാണല്ലോ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഡാർഡിൽ ഡോർ എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് പോകുന്നത്, ഡോസറ്റിലുള്ള. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എല്ലാം നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് പറ്റിയില്ല. എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഫ്രഷായി ചായ കുടിച്ചിട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈം ഇല്ലായിരുന്നു, കാരണം വീണ്ടും ലേറ്റായി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ലേറ്റാവും. പിന്നെ കാരണം കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട്, 3 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. പിന്നെ ട്രാഫിക് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് ഒരു സർവീസിൽ കയറി മഗ്ഡിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു 10:45 ചെന്നത്. അപ്പോഴത്തേക്കും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ മെയിൻ കോഴ്സ് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ WS സ്മിത്തിലൊക്കെ കയറിയിട്ട് ഇതേപോലെയുള്ള ബോളും എന്തൊക്കെയോ മേടിച്ചു, അതായത് ബീച്ചിൽ പോകുമ്പം കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മഗ്ഡിയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കാറിലിരുന്ന് കഴിച്ചിട്ട് നമ്മൾ പോയി. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. പോണ വഴിക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു. അപ്പോൾ ഞങ്ങൾ പേടിച്ചു, ഇതേമേ ക്ലൈമറ്റ് മാറുമോ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴി കേട്ടോ, പോകുന്ന വഴിക്ക് നല്ല ഭംഗി. കാരണം അന്ന് പോയ സമയത്ത് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് പുറം പോലും കാണാൻ പറ്റാത്ത മഴയായിരുന്നു ഇതിന് മുന്നേ നമ്മൾ പോയപ്പോൾ. പക്ഷേ ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കൺട്രി സൈഡായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഫുള്ളും. ഇപ്പോൾ സമ്മർ ആയപ്പം ഈ പൂക്കളും ഇതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ വലിയ വലിയ റോസൊക്കെ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ വലിയ റോസൊക്കെ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മളിതേ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പാർക്ക് ചെയ്തു. അപ്പോൾ പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു 4 hours എടുത്തത്. എത്തിയപ്പോൾ തന്നെ ഒരു 2 മണി ആവാറായി. പക്ഷേ ക്ലൈമറ്റ് നല്ലതായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ചെന്നപ്പോൾ തന്നെ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. ചെറിയൊരു കാറ്റുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം നമുക്ക് ചൂടും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് ബീച്ചിൽ പോകാനുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബീച്ചിൽ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറിയത് ഇതേപോലെ ഒരു മാഗ്നറ്റൊക്കെ വാങ്ങി, ഒരു 3-4 മാഗ്നറ്റൊക്കെ വാങ്ങി. കാരണം നമ്മൾ ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, നമ്മൾ ഇന്ന സ്ഥലത്ത് പോയതും അവിടെ എൻജോയ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് മാഗ്നറ്റൊക്കെ വാങ്ങി നമ്മൾ താഴേക്ക് പോവാണ്. അപ്പോൾ താഴേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയാണ്, കാരണം ഫുള്ള് ഇങ്ങനെ സ്റ്റെപ്പ്, അതുപോലെ ഇങ്ങനെ മണ്ണൊക്കെ ഇളവി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങുന്നേക്കാളും ബുദ്ധിമുട്ട് എനിക്ക് കയറാനായിരുന്നു. ഭയങ്കര പാടായിരുന്നു കയറാൻ. കാരണം ഒരുപാട് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു പേടിയുണ്ട്, കാരണം ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇറങ്ങിപ്പോവാം, പക്ഷെ കയറി വരുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആ സൈഡ് ഫുള്ള് നിറയെ ആൾക്കാരായിരുന്നു, കാണാമല്ലോ, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ ഉള്ളൂ. ആ സൈഡിൽ നമ്മൾ ഇറങ്ങിയില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഭാഗത്താണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് പോയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ച് കയറിയിട്ട് അപ്പുറത്തെ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇത് കണ്ടില്ലേ, എത്രയും മുകളിൽ കയറിയിട്ട് വേണം നമ്മളിനി അപ്പുറത്തേക്ക് ഇറങ്ങാനായിട്ട്.
അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് ആകുമ്പോഴല്ലേ ചില ഭാഗത്തൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇളവി കിടക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് പേടിയാവും, ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാവും. ഈ ഒരു ഭാഗത്താണ് പിന്നെ നമ്മൾ രണ്ടാമത് വന്നത്. ഇവിടെ അത്രയ്ക്ക് തിരക്കുമില്ല, നമുക്ക് ഇറങ്ങാനും പറ്റുന്ന ഒരു സ്റ്റേജായിരുന്നു. ഇവിടെ നടുക്ക് ഇങ്ങനെ പാറ പോലെ കല്ലുകി, അത് അങ്ങ് വരെ ആൾക്കാർ നീന്തി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ദൂരെ കാണുന്ന കല്ലിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ നീന്തി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിരക്ക് കുറവായിരുന്നു. പിന്നെ നമ്മളിത് ഇങ്ങനൊരു പിക്നിക് മാറ്റ് തലേദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീച്ചിലേക്ക് വരുന്നത് കൊണ്ട് തലേന്ന് പോയിട്ട്, ഇത് ഞാൻ പ്രൈമാർക്കിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതേപോലെ ഒരു പിക്നിക് മാറ്റ് ബീച്ചിലൊക്കെ പോകുന്നവർ ഇതേപോലെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ വാങ്ങി. പിന്നെ അവിടുത്തെ കല്ലെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള കല്ലുകളായിരുന്നു കേട്ടോ. ഇങ്ങനെ വലിയ വലിയ ഉരുളൻ കല്ലുകൾ. പക്ഷേ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. നമ്മൾ ചെരുപ്പിടാതെ അതിനകത്ത് കൂടെ നടക്കുമ്പോഴത്തേക്കും നല്ല വേദനയാണ്, ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന കണക്ക് നല്ല വേദനയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ വീച്ചു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. സ്നാക്സും കുറച്ച് ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നിങ്ങനെ കടൽ കണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നല്ലൊരു രസമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. ഇപ്പം നാട്ടിലിങ്ങനെയൊന്നും നമ്മൾ ഇതേപോലെ മാറ്റൊന്നും വിരിച്ച് നമുക്കങ്ങനെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളേതെങ്കിലും ബീച്ചിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ബീച്ചിലിറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു, വെള്ളത്തിന് നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പ്. ഞാൻ കയറിയിട്ട് എനിക്ക് ഇപ്പം എങ്ങനെയെങ്കിലും തിരിച്ച് കയറിയാൽ മതിയായിരുന്നു, ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയാൽ മതിയായിരുന്നു എന്നായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മത്തേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, തല ഇങ്ങനെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല, തല മുക്കാനും എനിക്ക് പേടിയായിരുന്നു. കാരണം വെള്ളം കയറോ എന്താണെന്നറിയാം. ഭയങ്കര കുറച്ച് കഴിഞ്ഞപ്പോൾ മരവിക്കാൻ തുടങ്ങി ദേഹമൊക്കെ. അങ്ങനെ അമ്മത്തേട്ടൻ പിടിച്ച് എന്നെ മുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ പോലെ ആ തണുപ്പ് പിന്നെ നമുക്ക് അറിയാതെ ആയി, മീൻസ് കുഴപ്പമില്ലാതെ ആയി. പിന്നെ അവിടെ നിന്ന് ഞാൻ കയറിയതേ ഇല്ല. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റും ആൾക്കാരിങ്ങനെ നോക്കും, ഇവരെന്തായി കാണിക്കുന്നേ, ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാരിങ്ങനെ കുറ്റം പറയുമല്ലോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവരെ എൻജോയ് ചെയ്യാൻ വന്നു, അവർ അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നാണക്കേടൊന്നും വിചാരിക്കാനൊന്നുമില്ല. നമ്മളിവിടെ വരുന്നു, നമുക്ക് എൻജോയ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും മുകളിൽ വന്ന് വാഷ്റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ തിരിച്ച് കാറിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കോസ്റ്റ് ചെയ്യുന്ന ഒരു കോഫിയും കൂടെ മേടിച്ചു. പിന്നെ ആർക്കും വിഷമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ ബൈ.